ഹലോ എവ്രി വൺ, മോം ആൻഡ് ദി ടൈനി സ്കോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് എല്ലാ ഡേയും ഒരുപോലെയാണ്. കാരണം കല്ലൂസാണ് ഈ വീടിൻ്റെ അലാറം. അവൾ രാവിലെ തന്നെ എണീറ്റ് ഞങ്ങളെല്ലാവരും എണീപ്പിച്ച് അവിടെ ഇരിപ്പുണ്ട് TV കാണാൻ വേണ്ടിയിട്ട്. ഞാൻ പതിവ് പോലെ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നു. ഇന്ന് ദോശയും ചെറിയ ഉള്ളി ചമ്മന്തിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. എത്ര പേർക്ക് ഈ കോംബോ ഇഷ്ടമാണ്? എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ദോശ എന്ന് പറയുമ്പം എടുത്ത് പറയണം, ഉഴുന്ന് ദോശ. നല്ല നൈസായിട്ടുള്ള ഉഴുന്ന് ദോശ, നെയ്യൊക്കെ പുരട്ടിയിട്ട് അതിൻ്റെ കൂടെ ഈ ഉള്ളിച്ചമ്മന്തിയും സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നാട്ടിൽ ചെല്ലുമ്പോൾ അമ്മ എനിക്കിത് ഉണ്ടാക്കി തരുമ്പോൾ അമ്മിയിൽ അരച്ചിട്ടാണ് ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കുക. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇവിടെ നമുക്ക് അമ്മി ഇല്ലാത്തതുകൊണ്ട് മിക്സിയിൽ അഡ്ജസ്റ്റ് ചെയ്യും. എന്നാലും ഏകദേശമൊക്കെ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ നാടും വീടും ഒക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരും. അങ്ങനെ ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചപ്പോഴത്തേക്കും എൻ്റെ ഒക്കത്തെ സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മളുടെ സ്ഥിരം കക്ഷി എത്തിയിട്ടുണ്ട്, കല്ലൂസ്. അങ്ങനെ ഞാനൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഭയങ്കര തണുപ്പായത് കാരണം വെളിച്ചെണ്ണ ഭയങ്കര എന്താ പറയുക, ഹാർഡായിട്ടായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ഒരു 5 to 10 minutes അതിന് തന്നെ വേണം. അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയൊക്കെ മെൽറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഒരു 6-7 ചുവന്ന മുളക് അതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തു. എന്നിട്ട് അതിലേക്ക് തന്നെ ഞാനൊരു 10-15 ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇനി ഇത് ഒന്ന് ചൂടാറി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് അരയ്ക്കാന്ന് പറയുമ്പോൾ ആദ്യം ചുവന്ന മുളക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് ചെറിയ ഉള്ളിയും ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി ചമ്മന്തി റെഡി. അങ്ങനെ ഞാൻ ദോശയൊക്കെ റെഡിയാക്കി, നമ്മുടെ ഉള്ളിച്ചമ്മന്തി റെഡിയാക്കി. അപ്പോഴാണ് നമ്മുടെ കല്ലൂസ് വിശക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ കല്ലൂസിനുള്ള ദോശ റെഡിയാക്കി എൻ്റെ സന്തോഷത്തിൽ ഓടിപ്പോവാണ് കേട്ടോ, തുള്ളിച്ചാടിയിട്ട്. അങ്ങനെ അവളുടെ ചെയറിൽ കയറിയിരുന്നു. അവൾക്കുള്ള ദോശ കൊടുത്തു. സാധാരണ ഞാൻ ചട്നി എന്തെങ്കിലും കൂടെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ചട്നി അല്ല, ഉള്ളിച്ചമ്മന്തി ആയതുകൊണ്ട് കുറച്ച് സ്പൈസി അല്ലേ. അപ്പോൾ ഞാൻ അവളുടെ ഡേറ്റ്സ് പൗഡർ കൊടുത്തു. അങ്ങനെ അവൾ ദോശ ആ ഡേറ്റ്സ് പൗഡറും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഇടയ്ക്ക് അവൾ ഈ തിരിഞ്ഞു നോക്കുന്നത് എന്താണെന്നല്ലേ, അവൾ വീരുക്കുട്ടനെ ഇങ്ങനെ തരണം കേട്ടോ. വീരുക്കുട്ടനും അമ്മ ഇതേ സാധനം തന്നെയല്ലേ കൊടുത്തത് എന്ന് അവൾ കൺഫേം ചെയ്യണം കേട്ടോ. വീരുക്കുട്ടൻ ടേബിളിൽ വന്ന് ഇരുന്നിട്ടില്ല. അവൾക്കത് ഭയങ്കര ടെൻഷനാണ്. അവൾക്ക് കൊടുത്ത സാധനം തന്നെയല്ലേ ഏട്ടനും കൊടുത്തിരിക്കുന്നതെന്ന് അവളെപ്പോഴും കൺഫേം ചെയ്യും കേട്ടോ. അതാണ് ഈ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളിച്ചമ്മന്തി നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂക്കണം കേട്ടോ. എങ്കിലാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരിക കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഞങ്ങൾ 4 പേരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ചാടി ഓടി റെഡിയായി ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്നല്ലേ. ഞങ്ങളിന്ന് സാധനം മേടിക്കാൻ വേണ്ടി പോവാണ്. കുറച്ച് അരിയും പിന്നെ അതേപോലെ പച്ചക്കറി, ഫിഷൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ അടുത്തുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിലോട്ട്. മലയാളീസിൻ്റെ തന്നെ ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ എല്ലാം കിട്ടും നമുക്ക് വേണ്ടതൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് ഭയങ്കര ക്ലൗഡി ആയിരുന്നു. അതേ കൂടെ തന്നെ ഞങ്ങൾ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്യാനും തുടങ്ങി കേട്ടോ. അത് മാത്രമല്ല നല്ല തണുപ്പോ. ആക്ച്വലി സമയം ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇന്ന്. എന്നിട്ടും നമുക്ക് ഒരു 11:30-12 മണിയായിരുന്നു സമയം. എന്നിട്ടും ഒരു മോർണിംഗ് 6:30-7 o'clock ഒരു ഫീലായിരുന്നു കേട്ടോ. അത്രയും തണുപ്പും നല്ല ഒരു എന്താ പറയുക, ഭയങ്കര ഫോഗി ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ട പർച്ചേസിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് വേണം നമുക്കിന്ന് ചോറും ഒക്കെ റെഡിയാക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ പെട്ടെന്ന് ക്വിക്കായിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. തുള്ളിച്ചാടി നടക്കുന്ന പെണ്ണില്ലേ, ഇവളെയും തൂക്കി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ. ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഫിഷ് ഷോപ്പിൽ കയറി. അവിടുന്ന് നമ്മൾ വലിയ മാന്തളും കുറച്ച് അയിലയും മേടിച്ചു കേട്ടോ. കുറേ ദിവസമായി
ഫിഷ് മേടിച്ചിട്ട് എപ്പോഴും നമുക്ക് അങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫിഷ് മേടിക്കൽ കുറച്ച് കുറവാണ്. എന്നാലും ഇടയ്ക്ക് നല്ലത് കിട്ടും കേട്ടോ. അപ്പോൾ അവിടുന്ന് അത് മേടിച്ചു. അവരവിടുന്ന് ഓൾറെഡി ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് തരിക. പക്ഷേ എന്നാലും എനിക്കൊരു തൃപ്തിയാവില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടിയൊക്കെ ക്ലീൻ ചെയ്യും. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് അതിനെ പീസാക്കി ഒക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ പ്ലാൻ പ്രകാരം ഇന്ന് വലിയ മാന്തൾ നമുക്ക് ഫ്രൈ ആക്കാനും അയില ഇന്ന് കറി വെക്കാനും വേണം കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ റെഡിയാക്കി എല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് എടുത്തു. അങ്ങനെ ഇനി നമുക്ക് പണി തുടങ്ങാം. ഞാൻ ചോറ് ഓൾറെഡി വെച്ചു. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു സമയം. പിന്നെ നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അല്പം ഉപ്പ്, പിന്നെ കറിവേപ്പിൻ്റെ ഇല, കുറച്ച് ചെറിയ ഉള്ളി, ഇത്രയും ആഡ് ചെയ്തിട്ട് ഒരു ലെമൺ, ഒരു പകുതി ലെമണും അത് സ്ക്വീസ് ചെയ്തിട്ട് അതും ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കും കേട്ടോ. ഇതാണ് എൻ്റെ ഫ്രൈൻ്റെ ഇന്നത്തേക്കുള്ള മസാല. അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അത് നന്നായിട്ട് അത് ആ മാന്തളിൽ അരപ്പൊന്ന് പിടിപ്പിക്കും. ഇന്ന് നമുക്ക് അധികം നേരം മാഗ്നേറ്റ് ചെയ്ത് വെക്കാനുള്ള സമയമൊന്നുമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ലേറ്റായിന്ന്. എന്നാലും നമുക്ക് കറീൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആ സമയം വരെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പം നല്ലപോലെ നമ്മൾ മാന്തളിൽ ഈ അരപ്പൊക്കെ റെഡിയാക്കി നല്ലപോലെ മിക്സ് ചെയ്ത് അരച്ച് തേച്ച് വെച്ചു കേട്ടോ. പിന്നെ കല്ലൂസിനുള്ളത് കുറച്ച് എരിവ് കുറച്ചിട്ട് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അവൾക്കുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ കല്ലൂസ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിത്തോട്ട് അവളെ മെല്ലെ ഉറക്കി കിടത്തതിന് ശേഷം എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കിച്ചണിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ വന്നിട്ട് എനിക്ക് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും കേട്ടോ. അപ്പോൾ എനിക്ക് തേങ്ങ ചിരകി തരുന്ന സീനാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു വലിയ ഹെൽപ്പ് തന്നെ വേണമെന്ന് പറഞ്ഞു. കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒന്ന് സ്പീഡപ്പ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല. പിന്നെ കല്ലും എണീക്കും കൂടി ചെയ്താൽ പിന്നെ ഒന്നും പറയണ്ട. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഫാസ്റ്റായിട്ട് ചോറും കറിയൊക്കെ റെഡിയാക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. അങ്ങനെ ജിത്തോടും തേങ്ങയൊക്കെ ചിരകി തന്നു. ഞാൻ പതുക്കെ കറീൻ്റെ പണിയിലോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനിന്ന് അയില വറുത്തരച്ച് വെക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ തേങ്ങയൊന്ന് വറുത്തെടുക്കണം നമുക്ക്. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഞാൻ അയിലയുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വരിഞ്ഞു വെച്ചു. എന്നിട്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി. അപ്പോൾ ആ മീൻചട്ടി ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് ആ പുളി ഒന്ന് പിഴിഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള പുളി അതിലേക്ക് ഒഴിച്ചു. പിന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിരകിയ തേങ്ങ ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ തേങ്ങ ഞാൻ അതിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ചെറിയ ഉള്ളി അതിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ചുവന്ന കളറാവുന്നത് വരെ നന്നായിട്ട് അതിനൊന്ന് വറുത്തെടുത്തു കേട്ടോ. അപ്പോഴേക്കും വീരുക്കുട്ടനെ ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ കിച്ചണിലേക്ക് വന്നിട്ട് എന്തൊക്കെയൊക്കെയോ തപ്പിത്തരയുന്ന സീനാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഫുഡായിട്ട് കഴിക്കാം, ഇപ്പം ആവും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടതാണ്. എന്നാലും എന്തൊക്കെയൊക്കെയോ നുള്ളിപ്പെറുക്കി കൊണ്ടുപോയിട്ടുണ്ട് ആൾ. അങ്ങനെ ഞാനിത് തേങ്ങ ചിരകിയത് വറുത്തെടുത്ത് അതിലേക്ക് ഞാൻ അല്പം വറുത്ത മല്ലിയും മുളകും ആഡ് ചെയ്തു. പിന്നെ ഒരു സ്വല്പം കാശ്മീരി ചില്ലിയും കളറിന് വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചുവന്ന് നല്ല ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തു. അപ്പോഴേക്ക് നമ്മളെ കല്ലൂസ് എണീറ്റു. അങ്ങനെ കല്ലൂസ് എണീറ്റപ്പോൾ പിന്നെ ഞാൻ കല്ലൂസിനെ പതുക്കെ ജിത്തോടിനെ ഏൽപ്പിച്ചു. ജിത്തോടിനോട് മെല്ലെ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മളിനി കറി ഉണ്ടാക്കാൻ തുടങ്ങണം കേട്ടോ. അങ്ങനെ നേരത്തെ പിഴിഞ്ഞു വെച്ച പുളിയിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ച ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മല്ലിയും മുളകും കൂടി വറുത്ത് ഞാൻ പൊടിച്ച് വെച്ചതായിരുന്നു അതും, പിന്നെ കല്ലുപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടുപ്പത്ത് വെച്ചു കേട്ടോ. അങ്ങനെ അതൊന്ന് അടച്ചു വെച്ചു ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം. അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ വാർക്കണ തിരക്കിലായിരുന്നു. അങ്ങനെ ചോറ് വാർത്തെടുത്തു.
ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വെക്കണം ഫിഷ്. നമുക്ക് അധികം നേരം മാഗ്നേറ്റ് ചെയ്ത് വെക്കാനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു. എന്നിട്ട് ആദ്യം ഞാൻ കല്ലൂസിൻ്റെ ഫിഷാണ് ഞാൻ ഫ്രൈ ആക്കാൻ വെച്ചത്. കാരണം അതിൽ മസാല അത്ര ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അതാദ്യം ഫ്രൈ ചെയ്തെടുക്കാമെന്ന് കരുതി. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു മിക്സിയുടെ ജാറിലോട്ട് നേരത്തെ വറുത്ത് വെച്ചത് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കറിയിലേക്ക് വേണ്ട അരപ്പ്. അപ്പോൾ ആ മസാല ഞാൻ അരച്ചെടുത്തു. എന്നിട്ട് ഞാനത് ഈ ഉള്ളി പിന്നെ നമ്മുടെ പുളിയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പം ഈ അരപ്പ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് നന്നായി വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ അതിലേക്ക് അയില ഇട്ട് കൊടുത്തു കേട്ടോ. അയിലയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി മെല്ലെ അടച്ചു വെച്ചു കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ഇപ്പുറത്തെ പാനിൽ ഫ്രൈ ചെയ്യാനുള്ള റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കല്ലൂസിൻ്റെ ഫ്രൈ ആക്കി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളുടെ മസാലയുള്ള മാന്തൾ ഫ്രൈ ആക്കാനിട്ടു. നല്ല അതിലേക്ക് കുറച്ച് ഉള്ളിയെല്ലാം അരിഞ്ഞിട്ടിട്ട് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നല്ല ഗാർണിഷ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി. ഇനി നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് നന്നായിട്ട് വറുത്തിട്ട് അതിലേക്ക് ഒഴിക്കണം. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് തുറക്കാം കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും. അങ്ങനെ നമ്മുടെ അടിപൊളി അയലക്കറി അതേപോലെ മാന്തൽ ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ചൂടുള്ള ചോറും അയലക്കറിയും മാന്തൽ ഫ്രൈ ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് ലഞ്ചും കഴിച്ചു കേട്ടോ. ഇന്നൊരു സ്ലോ സൺഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല റിലാക്സിങ് ആയിട്ട് ഇരുന്നിട്ടൊക്കെയാണ് ലഞ്ച് കഴിച്ചത്. അപ്പോൾ ഒത്തിരി ലേറ്റായി, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ പതുക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ കല്ലൂസിനൊന്ന് ഉറക്കിയാലോ എന്ന ശ്രമത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. പക്ഷേ എല്ലാ ശ്രമം വെറുതെയായി. അവൾ ഉറങ്ങിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി ഉഗ്രം കളിയായിരുന്നു അവിടെ. അവൾക്ക് ഉറക്കം വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പണിയും നടക്കില്ല. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ സ്നേഹം പ്രകടിപ്പിച്ച് കഴിഞ്ഞു. വീരുക്കുട്ടൻ താഴെ പോയിട്ടുണ്ടായിരുന്നു സൈക്കിൾ എടുത്തിട്ട്. അപ്പോൾ ഞാനും കരുതി അവളെയായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് താഴെ പോയിട്ട് വരാമെന്ന്. അപ്പോൾ അതുവരെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഭയങ്കര കളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി കേട്ടോ. വീരുക്കുട്ടൻ ഓൾറെഡി സൈക്കിളെടുത്ത് പോന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അവനെ തിരഞ്ഞ് കുറച്ച് നേരം നടന്നു. അവൻ്റെ പൊടി പോലും ഇവിടെ കാണാനുണ്ടാവില്ല ഫ്രണ്ട്സിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ. അങ്ങനെ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 5:36 ഒക്കെ ആകുമ്പോഴേക്കും എല്ലാവരും താഴെ എത്തും കേട്ടോ. ഒരുപാട് കുട്ടികളുണ്ടാവും കേട്ടോ. പിന്നെ വീരുക്കുട്ടൻ ഓൾറെഡി ഇവിടെ ഒരു ഗ്യാങ് ഉണ്ട്. അപ്പോൾ അവരെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവനെ മഷി ഇട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. ഇതേ പോകുന്നു വീരുക്കുട്ടൻ സൈക്കിളെടുത്തിട്ട്, കണ്ടില്ലേ? ഒരു സ്ഥലത്ത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ മഷി ഇട്ട് നോക്കേണ്ട അവസ്ഥയാണ്. നമ്മുടെ കല്ലൂസ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പാർക്കിലെത്തിക്കഴിഞ്ഞാൽ. പക്ഷേ എല്ലാ ദിവസമൊന്നും എനിക്ക് അവളെ താഴേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടായിരിക്കും. അപ്പോൾ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ താഴേക്ക് കൊണ്ടുവരാറുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് പിള്ളേരൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ. അവൾ കുറച്ച് നേരം അവിടെ തുള്ളിച്ചാടി ഓടി നടക്കുമായിരുന്നു. അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം ഒരു 8 o'clock ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും ഞങ്ങൾ ഇവിടെ പാർക്കിൽ തന്നെയാണ്. ഇതാണ് പാർക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനൊരു സമയമായിരിക്കും. ഇവിടെ നിന്ന് തിരിച്ച് കൊണ്ടുപോകാൻ കുറച്ച് പാടാണ് കേട്ടോ രണ്ടുപേരിന്. പിന്നെ വീരുകൂട്ടം ഭയങ്കര കളിയിലാണ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം. അതുണ്ടോ 8 o'clock ആയിട്ടും വീട്ടിൽ പോകണമെന്ന് യാതൊരു വിചാരമില്ലാത്ത വീരുകൂട്ടൻ്റെ പോലത്തെ കുറേ പിള്ളേർ ഇവിടെ ഉണ്ട് കേട്ടോ, ഇൻക്ലൂഡിങ് കല്ലൂസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ചതിന് ശേഷം ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് തിരിച്ചു പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ.